ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അത് നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. രാവിലത്തെ ചായയും കടിയൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷമാണ് മുസിയാക്ക എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് ഞാനിങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണ്, അപ്പോൾ ഈ പോരണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ നല്ല സന്തോഷവും തോന്നി, എന്നാൽ സങ്കടവും വന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. അതായത് സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ സന്തോഷമാണ്, പക്ഷേ സങ്കടമാണോ ചോദിച്ചാൽ സങ്കടമാണ്. അങ്ങനത്തെ ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷനായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാനാവുമ്പോഴത്തേക്ക് തിരിച്ചെത്തും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. കാരണം വരുന്ന സമയത്ത് 1 മണി 1:30 ആവും തിരിച്ചെത്താൻ എന്തായാലും. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന, അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. നോൺ വെജും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എനിക്കതുപോലെ ഡ്രസ്സ് ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു, ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തയ്ക്കാൻ കൊടുക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കോട്ടക്കൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്ന തയ്യൽ കട. അപ്പോൾ പോകുന്ന വഴിക്ക് അതും കൂടെ ഒന്ന് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്താണ് അതിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പറയാട്ടോ, കാരണം ബോറടിപ്പിക്കുന്നില്ല. മുസിയാക്കാക്ക് 8ാം ക്ലാസ്സിനാണ് കേട്ടോ ക്ലാസ് ചാർജ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ അഡ്മിഷൻ, എല്ലാവരും ന്യൂ അഡ്മിഷൻ ആവുമല്ലോ, അങ്ങനെ ഉള്ള ഒരു അഡ്മിഷനാണ്. പക്ഷെ ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം ഒരു പെൺകുട്ടിയാട്ടോ, ഒരു മോളാണ്. അവൾക്ക് എന്താ പറയുക, വയ്യാത്ത ഒരു മോളാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്ക് ഡെയിലി വരാറില്ല. ഡെയിലി എന്നല്ല, അഡ്മിഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡെയിലി റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാറില്ല. അപ്പോൾ ആ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എന്തോ സെറിബ്രൽ പാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ് കേട്ടോ കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്, ആ കുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അറിയാലോ, നമുക്ക് ക്ലാസ്സിലേക്കൊന്നും വരാനൊന്നും പറ്റൂല. പക്ഷേ ഇതുവരെ നമ്മൾ മുസിയാക്ക സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടുണ്ട്. BRCയിലൊക്കെ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ മോളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. പക്ഷേ ആള് മറ്റേ ബഡ്സ് സ്കൂളില്ലേ, അതിൽ റെഗുലറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് പോകുന്നതും അവിടെ പോയിരിക്കുന്നതും കളിക്കുന്നതും ഓരോ കാര്യങ്ങൾ പാട്ടൊക്കെ പഠിക്കുന്നതൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വ്യാഴാഴ്ച അപ്പോൾ ഞങ്ങളടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 11:30 ആവുന്ന സമയത്ത് എത്താം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ. ഞങ്ങൾ മാത്രമല്ല, പിന്നെ BRCന്ന് 2 പേര്, അവിടുത്തെ 2 സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ മോളുടെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. കാരണം ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ തിങ്കളാഴ്ചയായിരുന്നു ബർത്ത്ഡേ. പക്ഷേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വന്നപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കൂടെ മുസിയാക്കാൻ്റെ കൂടെ പോരണമെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സന്തോഷമുണ്ട് എന്നാൽ സങ്കടമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അങ്ങനത്തെ മക്കളെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ അങ്ങനെ അവരുടെ വയ്യായും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കാനുള്ള മെറ്റീരിയൽ, അതായത് തയ്ക്കാൻ കൊടുക്കാനുള്ള മെറ്റീരിയലൊക്കെ കവറിലാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ വേഗം പോയിട്ട് ഫ്രഷായി വന്ന് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ലഡു ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഹോൾസെയിലായിട്ട്, അതായത് ഇങ്ങനെ പ്രൊഡക്ഷൻ യൂണിറ്റില്ലേ, അതാണ് കേട്ടോ. അതായത് ബേക്കറി ഐറ്റംസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇത്. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് ഈ ഒരു
പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല BRCത്തെ 2 സ്റ്റാഫും കൂടെ ഉണ്ട് എന്നുള്ളത്. അവരാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. അവിടുത്തെ സ്റ്റാഫാണ് 2 പേരുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള വഴികളൊക്കെയാണ് കേട്ടോ. ഈ വീട്ടിലേക്കുള്ള വഴികളൊക്കെ നല്ല നമ്മളെ ഇടവഴി എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇത് ടാറിട്ടു എന്നുള്ളൂ. പണ്ടൊക്കെ ഈ മണ്ണിട്ട ഇടവഴികളല്ലായിരുന്നു. ഇപ്പോൾ ടാറിട്ടിട്ടുള്ള ഇടവഴികളാണ്. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. കാണാൻ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്ന ഒരു വഴികളൊക്കെ ആയിരുന്നേ. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനും കൂടെ പോകാറുണ്ട്. അതിന് എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പോകാറുള്ളത്. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവർ ചെറിയ ഒരു കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രത്തോളമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് പോവുക, കുട്ടീനെ ഒന്ന് കാണുക, അതേപോലെ ഈ സ്വീറ്റ്സ് ഒക്കെ ഒന്ന് കൊടുക്കുക, തിരിച്ചു പോരുക, അത്രമാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനെ. അങ്ങനെ ഏട്ടൻ മതി എന്ന് പറഞ്ഞിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് തന്നെ. ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു നമ്മൾ കാണാത്തതിൻ്റെ ഒരു പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല സദ്യയൊക്കെ തന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് ചുരിദാർ മെറ്റീരിയൽ അടിക്കാൻ വേണ്ടി കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത്. അതും കൂടെ അടിക്കാൻ കൊടുത്തു. ഞാൻ കോട്ടക്കൽ റിലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് കേട്ടോ, തയ്യൽ ഷോപ്പ്. അവിടെയാണ് സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത്. എനിക്ക് നന്നായിട്ട് അവിടെ നിന്ന് തയ്ച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ മെറ്റീരിയൽ എടുത്താലും ഞാൻ അവിടെ തന്നെയാണ് തയ്ക്കാൻ കൊടുക്കാറുള്ളത്. ഇനി പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.